അങ്ങനെ ഞങ്ങളെ ബസ് ജിദ്ദയിൽ നിന്ന് മക്കയിലേക്കുള്ള വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഞങ്ങൾ ആ മനോഹരമായ കാഴ്ച കണ്ടു. ഹറമിന്റെ കവാടാണ്. എന്തൊരു മനോഹരമായ കവാടെന്നറിയും. വല്ലാത്തൊരു ഗേറ്റ് തന്നെയാണത്. കാണാൻ തന്നെ എന്തൊരു ഭംഗി അറിയും. ആ ഹറം എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം, വല്ലാത്ത പ്രതിഫലം കിട്ടുന്ന ഒന്നാണ്. ഒരു അമലിന് 1,00,000 പ്രതിഫല. മക്ക, മദീന, ഹറം, അതുപോലെ മസ്ജിദുൽ അഖ്സ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ നാടുകൾ, ഏത് നാടാണെങ്കിലും അവിടെ നിന്നൊക്കെ എന്തൊരു നന്മ ചെയ്താലും കിട്ടുന്ന പ്രതിഫലം ഉണ്ടല്ലോ, അതിനേക്കാളൊക്കെ 10 മടങ്ങ് പ്രതിഫലം. 1,00,000 പ്രതിഫലം എന്ന് പറഞ്ഞാൽ 55 വർഷവും 6 മാസവും 20 ദിവസവും മറ്റു നാടുകളിൽ നിന്ന് ആരാധന നിർവഹിച്ചാൽ കിട്ടുന്ന ആ പ്രതിഫലം ഒരൊറ്റ ആരാധനക്ക്, ഒരൊറ്റ നന്മക്ക് കിട്ടുന്ന ഒരു മഹത്തായ സ്ഥലമാണ് വിശുദ്ധ ഹറം. ഈ ഹറമിൽ മനുഷ്യർ മാത്രമല്ല കേട്ടോ, ഇവിടെ താമസിക്കുന്ന മറ്റു ജീവികളും ജീവജാലങ്ങളും അതുപോലെ തന്നെ ഇവിടെയുള്ള മരങ്ങളും പൂക്കളൊക്കെ നിർഭയാണ്. ആരും ഒന്നും ചെയ്യൂല. കാരണം അത്രയും നിർഭയത്തോടു കൂടെ താമസിക്കാൻ പറ്റുന്ന അള്ളാഹുവിന്റെ ഭൂമിയിലെ സമാധാനത്തിന്റെ സ്ഥലമാണ് വിശുദ്ധ ഹറം. ഈ ഹറമിന് അതിർത്തി കാണിച്ചു കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അരികിൽ വന്നാണ്ട് ഹറമിന്റെ ഓരോ അതിർത്തികൾ കാണിച്ചു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് പ്രത്യേകം അടയാളപ്പെടുത്തി. അവിടുത്തെ കരങ്ങൾ കൊണ്ട് തന്നെ ആദ്യമായിട്ട് അതിന് ശില പാകിയത്. ഏകദേശം 550 ചതുരശ്ര കിലോമീറ്ററാണ് ഹറമിന്റെ ചുറ്റളവ്. അത്രയും വിശാലമായി കിടക്കാണ്. ആ ഹറമിന്റെ ഉള്ളിൽ വെച്ച് എവിടെ വെച്ചും ഒരു നന്മ ചെയ്താൽ 1,00,000 പ്രതിഫല. അള്ളാഹ് നമുക്കൊക്കെ അവിടെ എത്താനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. അങ്ങനെ കുറച്ചുകൂടെ ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ നമ്മൾ കാണുന്നത് എന്താ അറിയാം, ലോകത്തെ ഏറ്റവും വലിയ സമയഗോപുരമായ ക്ലോക്ക് ടവറാണ്. അത് കണ്ടപ്പോൾ നമ്മളെ മനസ്സെന്നറിയാതെ സന്തോഷിക്കാൻ തുടങ്ങി. ഈ വിനീതനൊക്കെ പല പ്രാവശ്യം വന്നതാ, പക്ഷേ അതങ്ങ് കാണുമ്പോഴേക്കും മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. കാരണം എന്താ, നമ്മൾ എത്രയോ കാലം കൊതിച്ച വിശുദ്ധ കഅബാലയത്തിന്റെ തിരുമുറ്റെത്താനായല്ലോ എന്നൊരു സന്തോഷം. കുറച്ചുകൂടെ ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ പരിശുദ്ധമായ മക്കയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. സ്വർഗത്തിന് 8 കവാടങ്ങളാണ്. അതിനെ സ്മരിക്കും വിധം വിശുദ്ധമായ മക്കൾക്കും 8 കവാടങ്ങളോടുകൂടെ ഒരു മഹത്തായ സ്ഥലമാണ്. കാരണം ഏറ്റവും വലിയ ഫضل എന്താ പറയുക, മക്കന്റെ അവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത്. ലോകത്ത് ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനനത്തിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തത് വിശുദ്ധ മക്കയാണ്. ലബ്ബൈക ചൊല്ലിക്കൊണ്ട് ഓരോരുത്തരും വരിയായി വിശുദ്ധ ഹറമിലേക്ക്, വിശുദ്ധ കഅബാലയത്തിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടു. വൈകുന്നേരം പുറപ്പെട്ട യാത്രയുടെ ക്ഷീണം, ഉറക്കിന്റെ ക്ഷീണമൊക്കെ ഉണ്ട്. പ്രായമായവരാ, മക്കളുണ്ട്. പക്ഷേ ആർക്കും അത് അനുഭവിക്കാൻ കഴിയുന്നില്ല. കാരണം എത്രയോ കാലങ്ങളായി ഞങ്ങൾ ആശിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ കഅബാലയം കാണാൻ പോകുകയാണല്ലോ എന്ന സന്തോഷമാണ് ഓരോരുത്തരുടെ മുഖത്തും. അങ്ങനെ നമ്മുടെ താമസം തന്നെ ക്ലോക്ക് ടവറിന് നേരെ ബാക്കിലാണ്. അവിടുന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഹറമിന്റെ മുറ്റത്തെത്തി. അവിടെ വെച്ച് നമ്മൾ ഓരോരുത്തർക്കും എങ്ങനെ ഹറമിൽ കയറണം, ഹറമിലേക്ക് ഏത് കാലെടുത്ത് വെക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേക നിർദ്ദേശം നൽകി. അവരോട് നിർബന്ധമായിട്ടൊരു കാര്യം കൂടെ ഉണർത്തും, ഒരാളും ഇനി തല ഉയർത്തരുത് കേട്ടോ. കാരണം വിശുദ്ധ കഅബാലയത്തിലേക്കുള്ള ആദ്യത്തെ നോട്ടുണ്ടല്ലോ, ദുആക്ക് ഇജാബത്തുള്ള നോട്ട, അതെന്റെ കൂടെ വന്നവർക്ക് മിസ്സാവരുത്. അത് പ്രത്യേകം കരുതി അവർക്ക് പ്രത്യേക നിർദ്ദേശം കൊടുത്തു. ഒരു 5 മിനിറ്റ് ക്ലാസ്സിന് ശേഷം എല്ലാവരും വിശുദ്ധമായ ലോകത്തെ ഏറ്റവും വലിയ പള്ളിയായ ഹറം ഷരീഫിലെ ഏറ്റവും വലിയ ജമാഅത്ത് നടക്കുന്ന പള്ളിയിലേക്ക് വലത് കാല് വരും. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഫ്തഹ് ലി എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ട് ഇഅ്തികാഫിന്റെ നെയ്യത്തോടുകൂടെ പള്ളിയിലേക്ക് അങ്ങ് കയറി. ഹറം പള്ളിക്ക് 95 വാതിലുകളാണുള്ളത്, 9 മിനാരങ്ങളാ. ഇപ്പം ഹറം പള്ളിയുടെ ബാക്ക് സൈഡിലേക്കൊക്കെ നീട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഉദ്ഘാടനങ്ങളൊന്നും കഴിഞ്ഞില്ല. പക്ഷെ നിസ്കാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ കൂട്ടുമ്പോൾ ഒരുപാട് വാതിലുകളാവട്ടോ. കഅബാലയത്തിന്റെ ചുറ്റും റൗണ്ടിൽ കിടക്കുന്ന ഹറം പള്ളിക്ക് 95 വാതിലുകളാണ്. നമ്മളെ അത്ഭുതപ്പെട്ടു. നമ്മുടെ നാട്ടിലെ പള്ളികൾക്കൊക്കെ ഏറി വന്ന 4 5 വാതിലുകൾ, 8 10 വാതിലുകൾ. ഈ പള്ളിയുടെ വാതിലുകളുടെ എണ്ണം തന്നെ 95 വാതിലുകൾ. 40 ലക്ഷം ജനങ്ങൾ ഇതിൽ കൊള്ളുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, നിങ്ങളെ മനസ്സിലൊന്ന് അത് ഊഹിച്ചെടുത്താൽ മതി ആ പള്ളി എത്രത്തോളം വിശാലമാണെന്നുള്ളത്. നമ്മുടെ കൂടെ വന്ന ആളുകൾ ഹറം പള്ളിയൊക്കെ ഒന്ന് കണ്ട്, പ്രിയപ്പെട്ടവരെ, അതാ വിശുദ്ധ കഅബാലയത്തിലേക്ക് മത്വാഫിലേക്ക് വലത് കാല് വെച്ചിറങ്ങാൻ അവരുടെ മുമ്പിൽ ആദ്യം തന്നെ കാണുന്നത് വിശുദ്ധ കഅബാലയമാണ്.